കാളീമേഘസമപ്രഭാം ത്രിനയനം വേധാളകണ്ഠസ്ഥിതാം ഖഡ്ഗം കേടകപാലിതാരികശിരാകൃത്വാകരാഗ്രേഷു ഭൂതപ്രേതപിശാചിമാതൃസൃതാമുണ്ടശ്ചജാലം കൃത വന്ദേ ദുഷ്ടമസൂരികാദിപതിം സംഹാരിണിം ഈശ്വരീം. നമസ്കാരം, രഞ്ജിത്താണ്. ഇന്ന് വളരെയധികം ഇഷ്ടമുള്ള ഒരു വിഷയം, വളരെയധികം താല്പര്യമുള്ളൊരു വിഷയം, വളരെയധികം ആഗ്രഹമുള്ള വിഷയം, ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം, ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റോട് സംസാരിക്കുന്നുള്ള വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ. അമ്മയെ പറ്റി പറയുമ്പോഴേ, അല്ലെങ്കിൽ ഭദ്രകാളി ദേവിയെ പറ്റി പറയുമ്പോഴേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ അത് ഒരുപാട് സന്തോഷത്തോടെ പറയാൻ സാധിക്കും. ദേവിയെ പറ്റി സംസാരിക്കാൻ ഞാൻ ആളല്ല, അതിനുള്ള കഴിവില്ല. അവിടെ നല്ല ദേവി ഉപാസകനായ, അല്ലെങ്കിൽ ദേവിയെ ഭജിക്കുന്ന തൃണസമാനായ ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾ, എൻ്റെ അറിവിലുള്ള ചെറിയ കാര്യങ്ങൾ, ഭഗവതിയുടെ അല്ലെ ദേവിയുടെ ഉപാസനയിൽ വരുന്ന ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ ഞങ്ങളെ ശംഖ ജ്യോതിഷത്തിനൊക്കെ ഭദ്രകാളിയാണ് ഉപാസനയായിട്ട്, ദേവിയാണ് ഉപാസനയായിട്ട് കൊടുക്കുക. പലരും ചോദിക്കാറുണ്ട്, ഈ ഉപാസനയ്ക്ക് എന്തെങ്കിലും ക്രമങ്ങളുണ്ടോ, എന്തെങ്കിലും വിധികളുണ്ടോ, എന്തെങ്കിലും രീതികളുണ്ടോ, ഏതെങ്കിലും രീതിയിൽ ചെയ്യേണ്ടതുണ്ടോ, നോൺ വെജ് കഴിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതുണ്ടോ, ചിട്ട പിടിക്കേണ്ടതുണ്ടോ? അപ്പോൾ ദ്രാവിഡ രീതിയിലുള്ള ഉപാസനകൾക്കൊന്നും വലിയ ഈ പറയുന്ന പോലെ ധ്യാനങ്ങളോ ഛന്ദസ്സോ ഋഷിയോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ചിട്ടകളും കാര്യങ്ങളൊന്നും വരുന്നില്ല. താന്ത്രിക രീതിയിൽ ഭദ്രകാളി ഉപാസനയൊക്കെ ചെയ്യുമ്പോഴാണ് ചിട്ടകളും കാര്യങ്ങളൊക്കെ വരുന്നതെങ്കിലും ഈ ഉപാസന ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, അല്ലെങ്കിൽ ഉപാസനയ്ക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അല്ലേ? ആദ്യമേ തന്നെ മനസ്സിലാക്കുക, നമ്മൾ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നത് ദേവിയെ വളരെ പലരും ഈ പറയുന്ന ദാരിക നിഗ്രഹം കഴിഞ്ഞാൽ കോപാകുലയായിരിക്കുന്ന ദേവിയുടെ ഒരു രീതിയാണ് ദംഷ്ട്രയൊക്കെ, അല്ലെങ്കിൽ തലയോട്ടിയൊക്കെ പിടിച്ച്, അല്ലേ? അപ്പോൾ അത് ശ്ലോകത്തിൽ അങ്ങനെയാണല്ലോ, കാളീമേഘ സമപ്രഭാന്തന വേധാളകണ്ഠസ്ഥിതാം ഖഡ്ഗം കപാലധാരികശില എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഭയാനകമായ രൂപം നമുക്ക് മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണ് പലരും പേടിയോടെ ആ ദേവിയെ ചിന്തിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തില് ഉപാസനാ ദേവതകൾ അല്ലെങ്കിൽ സേവാദേവതകളിൽ ഏറ്റവും ഉഗ്രമൂർത്തി ദേവതകളിൽ ഏറ്റവും നല്ല ദേവതകളിൽ ഒന്ന് ഭദ്രകാളി ദേവി തന്നെയാണ്, അല്ലെ അമ്മ തന്നെയാണ്, ലോകമാതാവായ ഭദ്രകാളിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ ഉപാസന കൃത്യമായി ബലപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉപാസന സിദ്ധിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപാസകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ കൂടെ ചേർത്ത് പിടിച്ച് നടക്കുന്നതാണ് പറയുക ദേവി. അപ്പൊ അതിന് ഉപാസകനെ പെട്ടെന്ന് കിട്ടില്ല. ഭദ്രകാളിയുടെ ഉപാസനയൊന്നും ഒരിക്കലും ദേവിയുടെ ഉപാസനയൊന്നും പെട്ടെന്ന് സ്വായത്തമാക്കിയെടുക്കാൻ സാധിക്കും. സിമ്പിൾ അല്ല, നോട്ട് സിമ്പിൾ. കുറച്ച് പ്രയാസം, കഠിനമാണ്, അല്ലെ? ശബരിമല നമ്മൾ ധർമ്മശാസ്താവിനെ അല്ല അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ കല്ലും മുള്ളും ചവിട്ടി കുറെ കഷ്ടതകൾ സഹിച്ച് നമ്മൾ അവിടെ ചെല്ലുന്ന ആ ഒരു സെക്കൻഡിൽ ആ ഭഗവാന്റെ രൂപം കാണുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി അത് നിന്നിലാണ്, നീ ഞാനാകുന്നു എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഒരുപാട് കഠിനതകളും കഷ്ടതകളും സഹിച്ച് വേണം ദേവിയെ ഉപാസിക്കാൻ. അപ്പൊ ആ ദേവി ഉപാസന വരുന്ന സമയത്ത് കുറെ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഈ ധ്യാനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറക്ക ക്ഷീണം വരിക, കൂട്ടുക വരിക, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകാൻ തോന്നുക, നിർത്താൻ തോന്നുക, ഭയങ്കര തളർച്ച തോന്നുക, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുക ആദ്യകാലങ്ങളിലേക്ക് ഉപാസന ഉണ്ടാവാം. അത് നമ്മുടെ നെഗറ്റീവ് എനർജി കുറെ പോകുന്നതാണ്. നമുക്ക് ഒരുപാട് നെഗറ്റീവ് എനർജികളൊക്കെ ഉണ്ടാവുമല്ലോ. ആ നെഗറ്റീവ് എനർജി പോകുന്നതാണ് ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ഭയങ്കര ക്ഷീണം ഉണ്ടാവും. പിന്നീട് അത് നമുക്കൊരു ഊർജമായിട്ട് മാറുകയാണ് ദേവി. ഉപാസകൻ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ പല പരീക്ഷണങ്ങൾ ദേവി നടത്തുന്നതാണ് പറയുന്നത്. പൊതുവെ കേട്ട് അറിവുള്ളതും പല സ്ഥലത്തു നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ടും നമുക്ക് അനുഭവിച്ച അറിവ് വെച്ചിട്ടും ദേവി ഒരിക്കലും ഷോർട്ടായിട്ട് പെട്ടെന്ന് നമുക്ക് ഉപാസന തരില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ തരും. ചിലപ്പോൾ സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാം, ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ചില ആൾക്കാർക്ക് ഈ നമ്മൾ വിളക്കിലേക്ക് ഈയാമ്പാറ്റകൾ വരുന്നത് പോലെ സ്ത്രീയാണ് പുരുഷനും, പുരുഷനാണ് സ്ത്രീയും അടുത്തേക്ക് ഒരുപാട് പേര് വരും. അപ്പം ഞങ്ങളൊക്കെ ഉപാസന കൊടുക്കുന്ന ക്ലാസ് കൊടുക്കുന്ന സമയത്ത് പറയാം, നിങ്ങളുടെ മനസ്സിൽ ലഡു പൊട്ടരുത്, ദേവിയുടെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ കുറെ സ്ത്രീകൾ ഫോണിലൂടെ ചാറ്റിങ്ങിലൂടെ ഒക്കെ നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത് ദേവിയുടെ ഉപാസനയാണ്. അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, മന്ത്രവിധികളിൽ ഉപാസനകളിലൊക്കെ വരുന്ന സമയത്ത് സ്ത്രീ അല്ലെങ്കിൽ പുരുഷന്റെ പുറകെ മറ്റു ആവശ്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിദ്ധി നഷ്ടപ്പെടും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവാതെ ഇരിക്കുക. അങ്ങനെയൊക്കെ വരാം, സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കഷ്ടതകളൊക്കെ വരാം ആ സമയത്ത്. അപ്പം നമ്മൾ തോന്നും ഉപാസന കൊണ്ടാണോ ഇത്? അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഉപാസന ബലപ്പെടുന്നതിന് ലക്ഷണമാണ് ഇങ്ങനെയുള്ള ചില നെഗറ്റീവ്സ്. ആ നെഗറ്റീവ്സ് മാറി പോസിറ്റീവിലേക്ക് വരണം. അതാണ് ദേവി. വന്നു കഴിഞ്ഞാൽ ദേവി നമ്മളിങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കും.
പക്ഷേ ദേവിക്കെതിരായിട്ടോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നത്. ഉപാസനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ നെഗറ്റീവിലേക്ക് പോവുകയാണെങ്കിൽ ദേവി അല്ലെങ്കിൽ ഏത് മൂർത്തിയാണോ അതിന്റെ വഴിക്ക് പോകും. എൻ്റെ ഒരു സുഹൃത്ത് ഒരു പ്രാവശ്യം ഈ യൂട്യൂബിലൂടെയോ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ അദ്ദേഹം ഈ ഹനുമാൻ സ്വാമിയുടെ മന്ത്രം മൂലം ജപിച്ച് കുറെ കാലം ജപിച്ച് 3-4 വർഷം ജപിച്ചു കഴിഞ്ഞപ്പോൾ ആൾ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇതേപോലെ എനിക്ക് ശാരീരികമായി കുറെ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അത് നോക്കണം. നോക്കിയ സമയത്ത് അദ്ദേഹത്തിന് സേവാമൂർത്തി അല്ലെ ഉപാസന മൂർത്തിയായിട്ട് ഹനുമാൻ സ്വാമിയെ കാണിച്ചു. ഞാൻ ചോദിച്ചു, നീ എവിടെയാണ് ഹനുമാൻ സ്വാമിയുടെ ഉപാസന എടുത്ത്? ഞാൻ എടുത്തിട്ടില്ല ചേട്ടാ. ഞാൻ ഞെട്ടിപ്പോയി, കാരണം അയാൾ എടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചു, നീ എന്തെങ്കിലും ജപിക്കുകയോ ഭഗവാന്റെ എന്തെങ്കിലും മന്ത്രം ജപിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണുണ്ടോ ചോദിച്ചപ്പോൾ, ഞാൻ നേരത്തെ ചെയ്യണ്ടായി ചേട്ടാ, ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എങ്ങാണ്ട് കണ്ടിട്ട് ആ മന്ത്രം എടുത്തിട്ട് ആ മന്ത്രമൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതൊരു ഉപാസനയായിട്ട് അദ്ദേഹത്തിന് ഫിക്സായി വരുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് അദ്ദേഹത്തിന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു രോമം വളരുന്നതായിട്ട് തോന്നലാണ്. അദ്ദേഹത്തിന് വേറെ സാധാരണയുള്ള പോലെ ഉള്ളെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് അമാനുഷികത തന്നു. അദ്ദേഹം അത് എടുത്ത് തന്നെ, ഭഗവാനെ എടുത്ത് തന്നെ ഈ 6 പാക്ക് ഒക്കെ കണ്ട് അതേപോലെ ഒരു വലിയ അമാനുഷിക ശക്തി, അതീന്ദ്രിയ ശക്തിയെ കിട്ടാൻ വേണ്ടിയാണ് എടുത്തത്. അപ്പൊ അദ്ദേഹം ഒരു അമാനുഷികനായി വരുന്നു എന്ന് തോന്നുന്നുണ്ടാകും. മസിൽസ് കൂടുന്നതായിട്ട് തോന്നുക, രോമം ഒരുപാട് വരുന്നതായിട്ട് തോന്നുക. നോൺ വെജ് ഭക്ഷണത്തിനെ ഉപേക്ഷിച്ച് ഫ്രൂട്ട്സിലേക്കൊക്കെ അദ്ദേഹം പോകാൻ തുടങ്ങി. നല്ലതായിട്ട് സ്ത്രീകളുമായിട്ടൊക്കെ സുഹൃത്ബന്ധം ഉണ്ടാകാം, സുഹൃത്ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്ത്രീകളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പോലും മടിക്കുന്ന അവസ്ഥയിലേക്ക്. അപ്പൊ ഞാൻ അതിനെ നോക്കിയ സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഉപാസനയാണ്. ചിലപ്പോൾ നമ്മൾ യൂട്യൂബിലെ മന്ത്രങ്ങളോ ഗുരുപദേശം കിട്ടണമെന്നില്ല, ചിലർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. എങ്കിലും ഗുരുപദേശം കിട്ടുമ്പം ഗുരു ഒരു വഴി തെളിയിച്ചു തരും. അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാന്തകശലാകയ എന്നാ പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ അജ്ഞാനമാകുന്ന തിമിരത്തിൽ നിന്ന് ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ഗുരു. അപ്പോൾ അതുകൊണ്ട് ഒരു ഗുരുപദേശത്തോടെ എപ്പോഴും മന്ത്രങ്ങൾ ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത്. ഏത് മന്ത്രമാണെങ്കിലും ആ ഗുരു അതിന് നമുക്കുള്ള എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ, വഴി പറഞ്ഞു തരാൻ, ബ്ലോക്ക് മാറ്റാനൊക്കെ കഴിവുള്ള ആളാണ് ഗുരു, അല്ലെ ഗുരുസ്ഥാനീയർ. ഗുരുപദേശത്തോടെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലർക്ക് ഗുരുപദേശം ഇല്ലാതെ മൂലം ചൊല്ലിയിട്ടൊക്കെ, ചിലർക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ പോലും അത് ഉപാസനയായിട്ടൊക്കെ മാറാറുണ്ട്, അല്ലെ? ഇപ്പൊ രാത്രി അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ ലളിതാ സഹസ്രനാമം ചൊല്ലരുതെന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിൽ ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ അത് ഉപാസനയായിട്ടൊക്കെ മാറുന്നതാണ് പറയുക. ദേവി ഉപാസന രൂപത്തിലേക്ക് വരുമെന്നാണ് പറയുക. അപ്പൊ അതിനകത്ത് ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വളരെ അല്ലെ, ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, പശുലോക ഭയങ്കരി, പശുവിനെ പോലെ ലോകത്തിന് അഭയം കൊടുക്കുന്ന ദേവിയാണ്, അല്ലെ? സിന്ധൂരാരുണ വിഗ്രഹാ മാണിക്യ മുലുസ്പ്രക്താര നായക ശേഖരാൻ ദേവിയുടെ ധ്യാനം പറഞ്ഞിട്ട് അതിനിടയ്ക്ക് ഒരു വരികളിൽ പറയുന്നുണ്ട്, പശുലോക അഭയങ്കരി. ഭയങ്കരി എന്നാണ് എല്ലാവരും വായിക്കുന്നത്, അഭയങ്കരിയാണ്. പശുവിനെ പോലെ ലോകത്തിന് അഭയം കൊടുക്കുന്ന ദേവിയാണ്. അത്രയും സഹസ്രമായിട്ടുള്ള ദേവിയാണ്, അല്ലെ? മാതൃഭാവത്തിരിക്കുന്ന ദേവിയാണ്. പിന്നെ രൗദ്രത്തിൽ വരുമ്പോൾ രൗദ്രഭാവത്തിലേക്ക് വരുന്നേ ഉള്ളൂ. എങ്കിലും ദേവിയെ പോലൊരു ഉപാസന അത്രയും നമുക്ക് അത്രയും ഫ്രണ്ട്ലി ആയിട്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഉപാസനയൊക്കെ ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന് ആ സുഹൃത്ത് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ദേവിയുടെ സാന്നിധ്യം അവർ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഗൂസ്ബംസ് വരും. എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, നെഗറ്റീവ്സ് വരുന്ന സമയത്ത് ദേവി സാന്നിധ്യമായിട്ട് വരാറുണ്ട്. ഈ ആൾക്കാർ പറഞ്ഞ് തള്ളുന്ന പോലെ ദേവി സാരി എടുത്ത് വന്നു, ശൂലം പിടിച്ചുകൊണ്ട് വന്നു, അല്ലെ ചുവന്ന സാരി എടുത്ത് പട്ടെടുത്ത് വന്നു, അങ്ങനൊന്നും അല്ല ദേവിയുടെ. കാരണം എപ്പോഴും എനർജിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്പിരിച്വൽ എനർജിക്ക്, അല്ലെങ്കിൽ ദേവതാ സങ്കല്പത്തെ എനർജി ലെവൽസിന് പഞ്ചഭൂതങ്ങൾ 2 തത്വവും ഇല്ല. ശരീരവും ഇല്ല, രൂപവും ഇല്ല, ജലവും ഇല്ല, പൃഥ്വിയില്ല. അതുകൊണ്ട് തന്നെ അതിന് രൂപമില്ല, രൂപം കാണാൻ സാധിക്കത്തില്ല. നമ്മൾ സങ്കല്പമാണ് രൂപം കാണുക എന്ന് പറയുന്നത്. പലരും സങ്കല്പത്തിലുള്ള രൂപമാണ് കണ്ടിട്ടുണ്ടെന്ന്. പക്ഷെ ശബ്ദം കേൾക്കാം, ഗന്ധം, സാന്നിധ്യം അറിയാൻ സാധിക്കും ദേവതയുടെ. ചിലപ്പോൾ ഒരാൾ നമ്മുടെ അടുത്തിരിക്കുന്നതായിട്ട്, മുന്നിൽ ഒരാൾ പോകുന്നതായിട്ട്, നിഴല് പോലെ പോകുന്നതായിട്ട് സാന്നിധ്യമൊക്കെ അറിയാൻ പറ്റും. അല്ലാതെ ഈ പറഞ്ഞ ചിലങ്കയുടെ ശബ്ദം, വാളിന്റെ ശബ്ദം, ചിലങ്കയുടെ ശബ്ദം, നമ്മുടെ കൈമണിയുടെ ശബ്ദമൊക്കെ കേൾക്കാൻ, അതൊക്കെ അരമണിയുടെ ശബ്ദമൊക്കെ കേൾക്കാറുണ്ട്. അതൊക്കെ കേൾക്കുന്നതായിട്ട് നമുക്ക് അനുഭവം വന്നിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില രഹസ്യ കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് അത് പറയാത്തത്. പിന്നെ ദേവിയുടെ സാന്നിധ്യം അങ്ങനെ ഗന്ധത്തിലൂടെയൊക്കെ വരുന്നതായിട്ട്. അപ്പൊ ഈ സുഹൃത്തിന് എന്തൊരു പ്രശ്നം വരുന്ന സമയത്ത് 3-4 ഉപാസനയുണ്ട്. അപ്പൊ കൃഷ്ണനാണ് അല്ലെങ്കിൽ ഭഗവാനാണ്, വിഷ്ണുവാണ് വരുന്നതെങ്കിൽ കദളിപ്പഴത്തിന്റെയോ അതേപോലെ എന്തെങ്കിലും ഒരു മണത്തിലേക്ക്, ചന്ദനത്തിന്റെ ഒക്കെ മണത്തിലേക്ക് എത്തിക്കും. ദേവിയാണ് ആ സമയത്ത് സാന്നിധ്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ കുങ്കുമത്തിന്റെ അല്ലെങ്കിൽ ഗുരുതിയുടെ ഒക്കെ മണം അവർക്ക് വരുന്നതായിട്ട്, അല്ലെങ്കിൽ ചിലമ്പിന്റെ ശബ്ദം, ചിലങ്കയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നതായിട്ടൊക്കെ പറയാറുണ്ട്. മറ്റുള്ളവർക്ക് കേൾക്കണമെന്നില്ല, അത് അവർക്ക് മാത്രം കേൾക്കുന്നതായിരുന്നു. പക്ഷെ അത് ഒരു ഉപാസകന്റെ ബലമാണ്, ദേവത സാന്നിധ്യമായിട്ട് വരിക എന്നുള്ളത്. അതിനെ പരം വേറൊന്നും ഇല്ല. ഒരു ദേവത സാന്നിധ്യമായിട്ട് നമുക്ക് വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഉപാസകന്റെ ശക്തി. അപ്പൊ അതുകൊണ്ട് ഭദ്രകാളിയെ പൂജിക്കുന്നുണ്ട്. ഭദ്രകാളിയുടെ ചിത്രം, പലരും ഭദ്രകാളിയുടെ ചിത്രം വെക്കുന്ന ദോഷമാണെന്നൊക്കെ പറയാം. അതായത് മറ്റേ ഈ ശിവനെ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്ന ഒരു ചിത്രമാണ് എല്ലാവരും നെഗറ്റീവായിട്ടൊക്കെ പറയുന്നത്. ഭദ്രകാളിയെ പോലെ നല്ലൊരു ദേവത അത്രയും ഈ ഒരു ശാക്തേയ സമ്പ്രദായത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ലോകത്ത് അതേപോലെ നമ്മളെ കയ്യിലേക്ക് നടത്തുന്ന ദേവത മറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമാണ്. അപ്പൊ അത്രയും നല്ലൊരു ദേവതയാണ്. അതിനെ ഭയപ്പാടോടെ കാണാതെ നല്ല രീതിയിൽ അതിനെ ഉപാസിച്ച് കൃത്യമായ രീതിയിൽ ചെയ്യുകയാണ് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു ദേവതയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ദേവിയെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ചെറിയ വീഡിയോ ഒന്നും പറയാൻ സാധിക്കത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ അറിവ്
ഏറ്റവും ശുഷ്കമായ അറിവാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു അറിവാണ്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. ദേവിയെ പറ്റി പറയുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ദേവിയുടെ കാൽപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ഞാൻ പറയുന്ന ചെറിയൊരു അറിവിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവാം. അതുകൊണ്ടാണ് ഇതിട്ടത്. ഉപാസനയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം, നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടായേക്കാം. ശ്രദ്ധിക്കുക, ഒരിക്കലും ജപം നിർത്തരുത്. ഗുരുവിന്റെ ഉപദേശത്തോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഗുരുവിനോട് പറയാം. ഗുരു നേർവഴി കാണിച്ചു തരും. നമുക്കൊരു നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ ജപം നിർത്തിയാൽ അതോടുകൂടി തീരും. അതാണ് ജപിച്ച് ഭ്രാന്തായി എന്നൊക്കെ പറഞ്ഞ അവസ്ഥ വരുന്നത്. അന്നേരം നിർത്തുന്നുണ്ട്. നമ്മൾ ആ നെഗറ്റീവ്സിനെ, നമ്മളെ ഷഡാധാര ചക്രങ്ങളെ, സഹസ്രാരം മുതൽ മൂലാധാരം വരെയുള്ള ഈ ചക്രങ്ങളെ ഒരു റൊട്ടേഷനിൽ പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമുക്ക് സാധാരണ സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്നതിനെ നേരെ റിവേഴ്സിൽ വന്നിട്ട് വീണ്ടും ദേവിയുടെ ലെവലിലേക്ക്, അതായത് ദൈവികമായ ലെവലിലേക്ക് എത്തിക്കുന്നതാണ് ഉപാസന, അല്ല ജപം എന്നൊക്കെ പറയുന്നത്. പൂജകളിൽ കണ്ടിട്ടില്ലേ, പൂജാരിമാര് അവർക്ക് ആത്മപൂജ കൊടുത്ത്, അല്ലെങ്കിൽ അവരുടെ നിത്യകർമ്മങ്ങളിലൊക്കെ ചെയ്തതിനു ശേഷം അവരെ ദേവന് തുല്യമാക്കിയിട്ടാണ് ദേവനെ പൂജിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ചക്രങ്ങളിൽ ദേവതയുടെ സാന്നിധ്യം വരുമ്പോൾ ദേവിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ദേവിക്ക് നമ്മളുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ നമ്മളുടെ എനർജി ലെവലിലേക്ക് എത്താനുള്ള, എനർജിയിലേക്ക് ആക്കിയെടുക്കുന്നതാണ് ജപം കൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ്സ്. ആ നെഗറ്റീവ്സിനെ ഓവർകം ചെയ്യുക, അതിനെ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ നല്ലൊരു ഉപാസകനാകാം, നല്ലൊരു സേവകനാകാം. എപ്പോഴും ദേവപാദങ്ങളെ, ദേവീപാദങ്ങളെ നമസ്കരിക്കുക. ദൈവമില്ല, അല്ലെങ്കിൽ സാത്താനാണുള്ളതെന്ന് പറഞ്ഞ്, ക്ഷേത്രമില്ല എന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത് ഒരിക്കലും. ദൈവമുണ്ട്, ദൈവം ശക്തിയുണ്ട്. ചുമ്മാത് പറയണതാണ്. ഇപ്പോഴും ശബരിമലയിലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളൊക്കെ പോയി നോക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ മലയാളപ്പുഴ പോയപ്പം കയറാൻ പറ്റാത്ത ഒരു ക്യൂ ആണ്. നമുക്കൊന്ന് കയറി തൊഴാൻ പറ്റത്തില്ല. ഇട്ടിച്ച ആള് നിൽക്കുകയാണ്. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അവിടെ അടുക്കാൻ പറ്റത്തില്ല. ഭക്തജനങ്ങൾ ഭക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നവർക്ക് പറയാം, നെഗറ്റീവ് എനർജി ഒരുപാടുണ്ട്, ദുഷ്ടശക്തികൾ ഒരുപാടുണ്ട് ഇതിനെതിരെയുള്ളത്. പക്ഷെ സൽശക്തികൾ, നല്ല ഉപാസനകൾ, നല്ല ജപങ്ങൾ, നാമങ്ങൾ ജപിച്ച്, മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക. ലളിതാ സഹസ്രനാമം നിത്യം ചൊല്ലുക, കനകധാര സ്തോത്രം നിത്യം ചൊല്ലുക. ദേവി മഹാത്മ്യം വലിയ രീതിയിൽ വരട്ടെ. അമ്മേ ശരണം, ദേവി ശരണം, ഭദ്രകാളിയെ ശരണം.